ഗദ, പിന്നെ ഇത്രയും കാലം എന്റെ മകളെ വളർത്തി വലുതാക്കിയ എന്റെ അനിയത്തി ശാന്തി. എന്റെ പേര് രവീന്ദ്രൻ. ഞങ്ങള് കുറെ കാലമായിട്ട് ചങ്ങാതിമാരാ. വെറും ചങ്ങാതിമാരെന്ന് പറഞ്ഞ പോരെ മോളെ. നിന്നെ കാണാതായുള്ള വിഷമത്തിൽ ഈ അച്ഛനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് ഈ രവിയെ. എന്റെ സങ്കടങ്ങൾ മുഴുവൻ കേട്ടിരുന്നത് രവിയ. സുഖല്ലേ മോളെ? അതെ. മോളെ കണ്ടെത്തിയ ഉടനെ ഇവനെന്നെ വിളിച്ചിരുന്നു കേട്ടോ. കുറെ കാലത്തിന് ശേഷം ശ്രീനിവാസന്റെ ശബ്ദത്തിൽ ഞാൻ ഒരുപാട് സന്തോഷം കേട്ടത് അന്നാ. രവി, തനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്ന് കരുതി നിങ്ങളുടെ കൂടെ കൂടുന്നുമില്ല. അച്ഛന്റെ മോളുടെ ലോകമല്ലേ, നിങ്ങൾ ആഘോഷിക്കേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ടെക്സ്റ്റൈൽസിലൊന്ന് വരും. നല്ല സെലക്ഷനുള്ള കടയാ, അതുകൊണ്ടാ കൂടെ കൂടെ ഇവിടെ വരുന്നത്. ആണോ? എന്നാ പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുത്താലോ മോളെ? അതൊന്നും വേണ്ട സാറേ, നമുക്ക് പോവാനുള്ളതല്ലേ. ശാന്തി, കുറച്ച് ഡ്രസ്സ് എടുക്കാൻ അധികം സമയം വല്ലതും വേണോ മോളെ? മോളൊരു കാര്യം ചെയ്യ്, അമ്മയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അമ്മയ്ക്കും മോക്കും വേണ്ട ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്യേ. ആ നേരത്ത് അച്ഛൻ രവിയോട് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. അഭിനെ, ശാന്തിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒരെണ്ണം നോക്കിയിട്ട് ഇത് തന്നെ മതിയെന്ന് ശാന്തി പറയും. എന്തൊക്കെയാണ് മോള് അമ്മയ്ക്ക് എടുത്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് അത് തന്നെ മുഴുവൻ എടുത്തു കൊടുക്കണം. ചെല് മോള് ചെല്. അങ്കിൾ, എന്ന് ഞങ്ങൾ പോട്ടെ. ശരി മോളെ. ബാ അമ്മേ. മിടുക്കി കുട്ടിയാ കൃഷ്ണമോളല്ലേ? അവളുടെ മിടുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടോ. അച്ഛൻ മകളെ കുറിച്ച് അനാവശ്യമായി ഒരുപാട് പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ലല്ലോ. പക്ഷെ പറയാതെ വയ്യ രവി, ഏത് കാര്യത്തിലും അവൾക്ക് കൃത്യമായ ഒരു അറിവുണ്ട്. പിന്നെ ആളുകളോട് ഇടപെടാനുള്ള മിടുക്ക്. ദേ, ഇതെന്റെ മകളാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ തന്നെ നമുക്ക് ചേർത്ത് പിടിക്കാം. താൻ ഹാപ്പി ആയല്ലോ, എനിക്കത് മതി. താനിങ്ങി വാടോ. മോളെ, സാറും കൂടെ വന്നിട്ട് കേറിയാ മതി. നന്നായി. അച്ഛൻ പറഞ്ഞതുപോലെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചില്ലെങ്കിലേ വരുമ്പോ എന്നെ അവൻ ചീത്ത പറയാ. ആര്, സാറോ? നിന്നെ ചീത്ത പറയാനോ? അങ്ങനൊരു സംഭവം ഉണ്ടാവുകയില്ല. സാറ് വന്നിട്ട് പോവാൻ മോളെ. എങ്കിലായിക്കോട്ടെ. പിന്നെ അമ്മ ദേ ആ തണലിൽ നിൽക്കാം. മോൾ അച്ഛൻ വന്നിട്ട് വിളിച്ചാ മതി. എന്നാ പിന്നെ അകത്ത് AC ഉള്ളതല്ലേ, നമുക്ക് അങ്ങോട്ട് കേറി നിന്നാ പോരെ? ഓ, അതൊന്നും സാരമില്ല. എന്റെ മാണിക്കുഞ്ഞെ, താനാ ഷെൽഫിൽ കൃത്യമായിട്ടൊന്ന് നോക്ക്. ഞാനിന്ന് രാവിലെ കൂടിയ ഫയൽ കണ്ടതല്ലേ. എന്റെ സാറേ, അങ്ങനെ ഒരു ഫയല് ഷെൽഫിൽ ഇല്ലെന്നേ. ഇനിയിപ്പം സാറ് മേശക്കകത്ത് എടുത്തു വെച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ തനിക്ക് ആ മേശയ്ക്കകത്തോടൊന്ന് നോക്കൂടെ? താനെന്തിനങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അത് കൊള്ളാമല്ലോ. സാറ് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് സംസാരിച്ചപ്പോ കുഴപ്പം എന്റേതായോ? ശരി, താൻ പെട്ടെന്നൊന്ന് നോക്ക്. ഗദ, മൈ ഗോഡ്, ഞാനൊരു 2-3 ഫോൺ കോൾ ചെയ്യുന്നതിനിടയ്ക്ക് താൻ ഡ്രസ്സ് സെലക്ട് ചെയ്തോ? അത് ഇട്ട് നോക്കും ചെയ്തോ? കൊള്ളാട്ടോ. ഞാൻ പറയാറില്ലേ കഥ, ഈ ഡ്രസ്സിലേക്ക് മാറുമ്പോൾ എന്താ തനിക്കിത്ര ചേഞ്ച്? മുഖത്ത് വല്ലാത്തൊരു ഐശ്വര്യം പോലെ, പുഞ്ചിരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗി പോലെ. ഇങ്ങനെ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയും ചെയ്യും. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞത് കറക്റ്റാ. എന്ത് ക്യൂട്ടായിട്ടാ പിച്ചിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഓഫീസിൽ വന്ന് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ തൻ്റെ മുഖഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. പിന്നെ താനും അമ്മയും വല്ലാതെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കൂടെ വന്നതേ ഉള്ളൂ. സോറി നവീൻ, എന്റെ ഭാഗത്തുനിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോ മാറിയില്ലേ? മാറി, പക്ഷേ ഇതെപ്പോഴും നിലനിൽക്കുകയും ചെയ്യണം.
ഇനി എൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇല്ല, നവീന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. മാറ്റം എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? ഇനി എന്നും ഇങ്ങനെ ആയിരിക്കണം. ആയിരിക്കും. ഹലോ, കിട്ടിയോ മണിക്കുഞ്ഞ്? എന്റെ പൊന്നു സാറേ, സാറ് ഇത് എവിടെയാ വെച്ചിരുന്നെന്ന് അറിയാവോ? മേശപ്പുറത്ത് ആ ഷീറ്റിന്റെ അടിയില്. അവിടെയൊക്കെ ആരെങ്കിലും ഫയൽ വെപ്പോ? എടോ, തനിക്കത് കിട്ടിയില്ലേ? താൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, കൃഷ്ണ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. മോളെ, പുറപ്പെട്ട നിമിഷം മുതൽ പ്രശ്നങ്ങളാണല്ലോ മോളെ. ആ അമ്മേ, സീതാരാമേടും ഗാദിയും നവീനും എല്ലാവരും ടെക്സ്റ്റൈൽസിലുണ്ട്. ഇനി നമ്മളിവിടെ നിൽക്കുന്നത് അപകടം. എങ്ങനെയാലും അച്ഛനോട് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. വേണം, നമുക്കിവിടുന്ന് പോണം മോളെ. അല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും നിന്റെ അച്ഛൻ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ശരിയാ. നല്ല കക്ഷികളാ. ഞാൻ വരുമ്പോഴേക്കും പോയി ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞതല്ലേ? എന്താ കയറായിരുന്നേ? അത് അമ്മയ്ക്ക് നല്ല തലവേദനയച്ചാ, തല ചുറ്റുന്ന പോലെ കൊണ്ടെന്ന് പറയുന്നു. എന്റെ ശാന്തി, വെറുതെ ഓരോന്നും മനസ്സിലിട്ട് ആലോചിച്ച് പെരുപ്പിക്കണ്ട. അല്ല, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം സിത്താര ആരാ?